सूत उवाच अनाद्यविद्यया विष्णोः आत्मनः सर्वदेहिनां निर्मितो लोकतन्त्रोऽयं लोकेषु परिवर्तते. സർവദേഹിനാം ആത്മനഃ വിഷ്ണോഹോ, സർവദേഹികളുടെയും ആത്മാവായിരിക്കുന്ന ആ വിഷ്ണുവിൻ്റെ അനാദ്യവിദ്യയ, അനാദിയായിട്ടുള്ള മായയാൽ, അല്ലെങ്കിൽ സൂത്രം എന്നുള്ള നൽകിയാണ് കായ്ക്കാൻ മതി. നിർമ്മിത, നിർമ്മിക്കപ്പെട്ടതായിട്ടുള്ള അയം ലോകതന്ത്ര, ഈ ലോകയാത്രാ പ്രവർത്തകൻ, ഈ സൂര്യൻ, ലോകേഷു, ലോകങ്ങളിൽ പരിവർത്തതെ, സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. അല്ലെങ്കിൽ അവിടെയൊക്കെ ഈ സൂര്യൻ സഞ്ചരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഋഷിമാർക്ക് ഇത് അറിയില്ല വിചാരിച്ചിട്ടാവും. അങ്ങനെയല്ല, സൂര്യനാൽ ഇങ്ങനെ സഞ്ചരിപ്പിക്കപ്പെടുന്നു. ഭഗവാൻ അചലൻ ആണ്, അതേപോലെ അജൻ ആണ്, അവ്യയൻ ആണ്, അപ്രമേയൻ ആണ്. ജന്മമില്ല, കർമ്മമില്ല, സഞ്ചാരമില്ല, യാതൊന്നുമില്ല ആ ഭഗവാനെ. പക്ഷേ ഇങ്ങനെയാണ് സഞ്ചരിപ്പിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് അതിനെടുക്കുന്നതെങ്കിൽ ഈ സൂര്യൻ്റെ സഞ്ചാരം ശരിയാ, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിൽ തന്നെ ആവണം നമ്മളും അത് കണക്കാക്കുന്നത്. ഇവർ എല്ലാ വിവരങ്ങളോടും കൂടിയിട്ട് തന്നെയാണ് ഇത്രയും സൂക്ഷ്മമായിട്ട്, നമുക്ക് ഭാഗവതം നല്ലോണം സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കിയാൽ മനസ്സിലാവും. ഓരോ ശ്ലോകങ്ങളിലും ഓരോ വാക്കുകളിലും ഓരോ പദച്ഛേദങ്ങളിലും അതേപോലെ ഈ അക്ഷരങ്ങൾ മുറിക്കുമ്പോൾ പോലും വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കണം. അതേപോലെ തന്നെ അന്വയിക്കുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ഒറ്റ പുസ്തകം അന്വയം എടുക്കുമ്പോഴും അതേപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അന്വയം എടുക്കുമ്പോഴും എത്ര വ്യത്യാസങ്ങൾ കാണണം. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ചെയ്തത് എന്നുള്ളത് നമുക്ക് വളരെ എന്താണ് പറയുക, അന്നത്തെ കാലത്തെ സാഹചര്യത്തിനനുസരിച്ച് ഋഷിമാരാൽ മനനം ചെയ്തുപെട്ടുകൊണ്ട് ഇതിൽ കൂടുതൽ സാധിക്കില്ല. അത്രയും കൂടുതൽ അവർ ഇതിനെ പ്രമാണമാക്കി തീർക്കാൻ തൊക്കവണ്ണം എന്നാണ്. അതാണ് ശാസ്ത്രം എന്ന് ഈ ഭാഗവതത്തിന് പേര് പറയാൻ കാരണം. ഈ പുരാണങ്ങളെ ആശ്രയിച്ചു കൊണ്ടാണ്, ഇതിഹാസങ്ങളെ ആശ്രയിച്ചു കൊണ്ടാണ് ഇന്ന് നാം കാണുന്ന എത്ര വലിയ വികസനങ്ങളായാലും കണ്ടുപിടുത്തങ്ങളായാലും പല കീഴ്പ്പെടുത്തലുകളായാലും, ആകാശത്തെ കീഴ്പ്പെടുത്തി, മറ്റ് ഗോളങ്ങളെ കീഴ്പ്പെടുത്തി, എന്നുവെച്ചാൽ അവിടേക്കൊക്കെ പോയി അങ്ങനെയൊക്കെ പലതും കൊണ്ടുവന്നു, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ആ വിവരങ്ങളൊക്കെ കിട്ടി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതിന് യന്ത്രങ്ങളെ പറഞ്ഞയച്ചു, അല്ലെങ്കിൽ വേറൊന്ന് ചെയ്തു. ഇതൊക്കെ നമുക്ക് അത് അത്രയ്ക്കുള്ള കഴിവില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കഴിവില്ലായ്മയെ ആ രീതിയിൽ മഞ്ഞപ്പിത്തം അങ്ങനെ കണക്കാക്കരുത്. അപ്പോൾ അവരിങ്ങനെയൊക്കെ കണ്ടുപിടിച്ചത് ഇതിൻ്റെ ബേസ്, അതിലെന്താ വ്യത്യാസം എന്ന് വെച്ചാൽ, ഒരു മഹർഷി ഇത്ര കണ്ടുപിടിച്ചു, അതിൻ്റെ തൊട്ട് അടുത്തത് ആ ശിഷ്യൻ ഇത്രയും കൂടുതൽ കണ്ടുപിടിച്ചു. ഇപ്പോൾ അതാണ് വൈശമ്പായനെ ഇത്ര കണ്ടുപിടിച്ചു. അതുപോരാന്ന് പറഞ്ഞാൽ സൂര്യനെ കുറച്ചുകൂടി ധ്യാനിച്ചുകൊണ്ട് യാജ്ഞവൽക്കനെ കുറച്ചുകൂടി കണ്ടുപിടിച്ചു. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ കൂട്ടി വന്നിട്ടുണ്ട്. അതെല്ലാം കൂടിയിട്ട് നമുക്ക് സംയോജിപ്പിക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ പോലുള്ള സൂക്ഷിപ്പുകൾ ഉണ്ടായില്ല, അത്രയേ ഉള്ളൂ. എന്നിട്ട് പോലും ഇത്ര കിട്ടിയില്ലേ. അപ്പോൾ ഇനിയും ബൃഹത്താണത്. ഇനിയും ഏതെങ്കിലും ഋഷിമാർ അത് കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഈ സൂര്യൻ്റെ സഞ്ചാരം. അപ്പോൾ അങ്ങനെ വിശാലമായിട്ട് ഈ അർത്ഥത്തെ എടുക്കുക. സൂര്യവ്യൂഹത്തെ പറയാൻ ഭാവിക്കുന്നതായിട്ടുള്ള സൂതൻ ആദ്യമായിട്ട് സൂര്യൻ്റെ ഉൽപ്പത്തിയെ പറയണു. സർവ്വശരീരികളിലും ആത്മസ്വരൂപനായിട്ട് വസിക്കുന്ന സർവ്വ അന്തര്യാമിയായിട്ടുള്ള ശ്രീ വിഷ്ണുവിൻ്റെ അനാദിയായിട്ടുള്ള മായാശക്തിയാൽ ഈ ലോകയാത്ര നിർവഹിക്കുന്നതിനായിട്ട് നിർമ്മിക്കപ്പെട്ട ഈ സൂര്യമണ്ഡലം ലോകങ്ങളിൽ സർവ്വ ഉത്കർഷേണ വർത്തിക്കുന്നു. എങ്ങും കാണപ്പെടുന്നതായിട്ട് നിലയിൽ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അനാദ്യവിദ്യയാ വിഷ്ണോഹോ ആത്മന സർവദേഹിനാം നിർമ്മിതോ ലോകതന്ത്രോയം ലോകേഷു പരിവർത്തതേ. ലോകത്തിൽ ഇങ്ങനെയാണ് പരിവർത്തനം ചെയ്യപ്പെടുന്നത് എന്ന് വ്യാഖ്യാനിച്ചാൽ ഈ സൂര്യൻ ഇങ്ങനെ സഞ്ചരിക്കുന്നു എന്നല്ല വരിക, അത്രയേ ഉള്ളൂ അതിൻ്റെ സാരം. അതാണ് സർവദേഹിനാം ആത്മനഃ വിഷ്ണോഹോ, സർവദേഹികളുടെയും ആത്മാവായിരിക്കുന്ന വിഷ്ണുവിൻ്റെ അനാദ്യവിദ്യയ, ഭഗവാന്റെ അനാദിയായിട്ടുള്ള തുടക്കമില്ലാത്തന്നർത്ഥം, അങ്ങനെയാണ്. അങ്ങനെയുള്ള ഈ മായാശക്തി കൊണ്ട്, പ്രകൃതി ശക്തി കൊണ്ട് നിർമ്മിക്കപ്പെട്ടതായിട്ടുള്ള, പ്രകൃതിയും ത്രിഗുണവുമാണ് ഈ പ്രകൃതി ശക്തി, അത് മായാശക്തി, അതുകൊണ്ട് നിർമ്മിക്കപ്പെട്ടതായിട്ടുള്ള അയം ലോകതന്ത്ര, ഈ ലോകത്തെ ഇങ്ങനെ, ഇതൊരു തന്ത്രമാണ്. ഈ ലോക സൃഷ്ടി ഒരു തന്ത്രമാണ്. ഈ ലോകത്തിൻ്റെ ഈ പ്രവർത്തകനായിക്കൊണ്ട് സൂര്യൻ ലോകേഷു, ഈ ലോകങ്ങളിൽ പരിവർത്തിക്കുന്നു. അപ്പോൾ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് കണക്കാക്കേണ്ട, ഭഗവാനാലാണ് ഇതെല്ലാം ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് അതിനെ അന്വയിക്കുക. ഏകയേവ ഹി ലോകാനാം സൂര്യ ആത്മാധികൃധരി സർവവേദക്രിയാമൂലം ഋഷിഭിർ ബഹുധോദിത.
ലോകാന ഈ ലോകങ്ങളുടെ ആദികർത്താവായിരിക്കുന്ന ആത്മാവുമായിരിക്കുന്ന ഏകഹ ഹരിയേവ ഒരേ ഒരു ഭഗവാൻ തന്നെ സൂര്യ ആ സൂര്യനാണ്. സർവവേദക്രിയാമൂലം എല്ലാ വേദങ്ങളുടെയും ക്രിയകളുടെ ആദികാരണമായിക്കൊണ്ട് ഋഷികളാൽ ബഹുധാ ഉദിത എത്രയാ പറയപ്പെട്ടിരിക്കുന്നത്, പറയാൻ നിർത്തിയില്ല, അത്രയും കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. ഏകയേവഹി ലോകാനാം സൂര്യ ആത്മാധികൃത് ഹരി സർവവേദക്രിയാമൂലം ഋഷിഭി ബഹുധാ ഉദിത. അപ്പോൾ എല്ലാ ബ്രഹ്മാണ്ടങ്ങളിലും ഇതേപോലെ തന്നെയാണ്. അപ്പോൾ സർവ്വജഗൽ കർത്താവായിട്ട്, അനവധി ബ്രഹ്മാണ്ടങ്ങളുടെ കർത്താവായിട്ട്, സർവ്വജഗത് ആത്മാവുമായിട്ട്, എല്ലാറ്റിലും ഈ ഭഗവാൻ തന്നെയാണ് ആത്മാവായിട്ടിരിക്കുന്നത്. ഏകനായിട്ടുള്ള ഈ ഭഗവാൻ സൂര്യനാരായണനായിട്ട് ഈ ബ്രഹ്മാണ്ടത്തിൽ കാണുന്നു. അവിടെ ഈ സൂര്യൻ ശ്രീഹരിയിൽ നിന്ന് വേറെയല്ല. സൂര്യ ആത്മാ ജഗൽസ്ഥസ്തുഷശ്ച, അതൊരു സൂക്തത്തിലെ ഒരു വരിയാണ്. ചരാചരങ്ങളുടെ ആത്മാവും സൂര്യനുമായിരിക്കുന്നവൻ ഏകനായിട്ടുള്ള ശ്രീ ഭഗവാൻ തന്നെ എന്ന് വേദം ബോധിപ്പിക്കുന്നു. അപ്രകാരമിരിക്കുന്ന സൂര്യൻ വേദോക്തങ്ങളായിട്ടുള്ള സകല കർമ്മങ്ങളുടെയും മൂലമായിരിക്കയാൽ ഋഷികൾ സൂര്യനെ ബഹുരൂപനായിട്ട് പറയുന്നു. ഉപാധികൾ കൊണ്ടുള്ള നാനാത്വമല്ലാതെ വാസ്തവത്തിൽ സൂര്യൻ ബ്രഹ്മസ്വരൂപനായിട്ടുള്ള ശ്രീഹരിയിൽ നിന്നും ഭിന്നനല്ല. എന്നുവെച്ചാൽ സൂര്യൻ ഒന്നേ ഉള്ളൂ, 12 സൂര്യന്മാരെന്ന് പറഞ്ഞാൽ 12 സൂര്യന്മാരായിട്ട് വരുന്നല്ല എന്ന് സാരം അത്രയേ ഉള്ളൂ. അതിപ്പോൾ നമുക്ക് വിശദീകരിക്കേണ്ട ഒരു ആവശ്യമില്ല, അതാണ്. പക്ഷേ എങ്കിലും വ്യാഖ്യാനം ചെയ്യുമ്പോൾ അത് പറയണമല്ലോ, അതുകൊണ്ട് പറഞ്ഞു അത്രയേ ഉള്ളൂ. ഏകയേവ ഹി ലോകാനാം സൂര്യ ആത്മാധികൃത് ഹരി സർവവേദക്രിയാമൂലം ഋഷിഭി ബഹുധാ ഉദിത. കാലോദേശക്രിയാകർത്ത കരണം കാര്യമാഗമ ദ്രവ്യം ഫലം ഇതി ബ്രഹ്മൻ നവധാ ഉക്ത അജയ ഹരി. അജയ ഈ മായയാൽ, ഭഗവാന്റേതായിട്ടുള്ള ശക്തിയാൽ, ഈ പ്രകൃതിയാൽ ഹരി ഭഗവാൻ നവധ 9 വിധത്തിൽ ഉക്ത പറയപ്പെട്ടിരിക്കുന്നു. കാലസ്വരൂപത്തെ ധരിച്ചതായിട്ടുള്ള ഈ ഭഗവാൻ തന്നെ ക്രിയാ ഉപാധി നിമിത്തം ദ്വാദശാദിത്യ സ്വരൂപനായിക്കൊണ്ട് ഭവിച്ചിരിക്കുന്നുവെന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് സർവകർമ്മങ്ങളുടെയും നിർവഹണത്തിനായിട്ട് ഉപയോഗിക്കുന്ന, നിർവഹണത്തിനുള്ള ആവശ്യത്തിന് മായയാൽ കൽപ്പിക്കപ്പെട്ടതായിട്ടുള്ള 9 വിധ ഭേദങ്ങളെ കാണിക്കുകയാണ്. പ്രാതകാലം, മധ്യാഹ്നകാലം, സായങ്കാലം, ഉത്തരായണകാലം, ദക്ഷിണായനകാലം എന്നിങ്ങനെ ബഹുവിധത്തിൽ പറയപ്പെടുന്നതായിട്ടുള്ള കാലം, സമദേശം, ഉയർന്ന ദേശം, താണദേശം എന്നിങ്ങനെ പല രീതിയിൽ പറയപ്പെടുന്നതായിട്ടുള്ള ദേശം, ബഹുവിധ അനുഷ്ഠാന രൂപമായിട്ടുള്ള ക്രിയ, സാത്വികൻ, രാജസൻ, താമസൻ എന്നിങ്ങനെ ബഹുവിധ ഗുണങ്ങളോട് കൂടിയായിട്ടുള്ള കർത്താവ്, സൃക്ക് തുടങ്ങിയതായിട്ടുള്ള ബഹുവിധ കരണം എന്നുവെച്ചാൽ ഉപയുക്തം, ഈ എന്താ പറയുക, ഉപയുക്തമല്ല, ഉപകരണം. പിന്നെ ബഹുവിധ യാഗാദികളായിട്ടുള്ള കാര്യം, 7 തരത്തിൽപ്പെട്ടതായിട്ടുള്ള യാഗങ്ങളാണ് ഉള്ളത്. അതിൽ യാഗത്തിൻ്റെ അടുത്ത സ്റ്റെപ്പായിട്ടുള്ള പൂജാദികൾ, അതൊക്കെ വരെ. ഇങ്ങനെ കാര്യങ്ങൾ ധാരാളം. ബഹുവിധ മന്ത്രങ്ങൾ അടങ്ങിയിട്ടുള്ള ആഗമം, അത് വേദം. വേദം മറ്റേ ഈ പ്രയോഗം എന്നൊക്കെ പറഞ്ഞിട്ട് 6 തരത്തിലുണ്ട്. അതിൽ ഈ അനേകം എന്നുള്ള നിലയ്ക്ക് ആഗമം, വേദം. പിന്നെ വ്രീഹ്യാദികളായിട്ടുള്ള ബഹുവിധ ദ്രവ്യം, ഹോമദ്രവ്യങ്ങളെയാണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ മറ്റേ ഈ എന്താണ് പറയുക, നെയ്യ് തൊട്ടിട്ടുള്ള ഓരോന്നും അതൊക്കെ ദ്രവ്യമാണ്. പിന്നെ സ്വർഗാദികളായിട്ടുള്ള ബഹുവിധം ഫലം, അവിടെ ഉദ്ദേശിച്ചത് ഈ യാഗം ചെയ്ത് കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകണം എന്നുള്ള രീതിയിലാണല്ലോ. അപ്പോൾ അതാണ് ഫലം എന്ന നിലയ്ക്കാണ് അവിടെ. അങ്ങനെയാണ് ഇങ്ങനെ ഇവിടെ വ്യാഖ്യാനത്തിൽ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതാണ് സ്വതേ ഇഹസുഖങ്ങളെയും പിന്നെ ഈ ജീവൻ മരിച്ചു പോയി കഴിഞ്ഞാൽ, ഈ ദേഹം വിട്ടുപോയി കഴിഞ്ഞാൽ സുഖത്തിൽ മാത്രം അനുഭവിക്കുന്ന അത്രയും പുണ്യങ്ങളാണ് എങ്കിൽ സാധാരണഗതിയിൽ ആ ദേവത്വത്തിൽ അത്രയ്ക്ക് താല്പര്യം ഉണ്ടാവില്ല എന്നാണ് പറയുക. പ്രാരബ്ധമായിട്ട് ബാക്കി ഉണ്ടെങ്കിലോ ദേവനായിട്ട് അനവധി കാലം പണിയെടുക്കാൻ വേണ്ടി വരും. ഇന്ദ്രനായിട്ടും അഗ്നിയായിട്ടും പല രൂപത്തിൽ നമുക്ക് ദേവന്മാരായിട്ട് ഇരിക്കേണ്ടി വരും. അപ്പോൾ ദേവന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 8 ദേവന്മാരെയാണ് പറയുക. ഈ 8 ദേവന്മാർക്ക് ഗണ അധിപ സ്ഥാനമാണുള്ളത്. അപ്പോൾ അഗ്നി എന്ന് നമ്മൾ സാധാരണ പറയും എങ്ങനെയാണ്, 49 അഗ്നികളുണ്ട്. ഈ 49 അഗ്നികളെ വിഭാഗം ചെയ്യുമ്പോൾ എത്രയാ ചോദിച്ചാൽ അത്രയും കൂടുതൽ കോടികളാണ്. അതേപോലെ വായുക്കൾ 49 ഉണ്ട്.
അതും അതേപോലെ തന്നെ കോടികളാണ്. അങ്ങനെ വരുണനുണ്ടാവും, മറ്റേ ഈ അഷ്ടദിക്പാലന്മാർക്കൊക്കെ ഉണ്ടാവും. ഈശ്വരൻ ഇപ്പോൾ എത്രയാണ് നമ്മൾ സാധാരണ എന്താ പറയാറുണ്ട്, 11 എന്ന് പറയാറുണ്ട്. അപ്പോൾ 11 മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തുണ്ട്, അതിൻ്റെ കോടികൾ 66 ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിന് മുഴുവൻ പറയുക? അപ്പോൾ പലതരത്തിലാണ്. അപ്പോൾ ഇങ്ങനെ ഫലം എന്നുള്ളത് ഉദ്ദേശിച്ചത് ഇതാണ്, ഈ ഒരു ഭാവത്തിലാണ്. ഇവിടെ സു എന്നുള്ള രീതിയിൽ കിട്ടുന്നതൊക്കെ സത്ഫലം എന്ന് എനിക്ക് കണക്കാക്കിയാൽ മതി. അപ്പോൾ അതിന് സുവർഗം എന്നാണ്. സ്വർഗം എന്നുള്ളത് സുവർഗം എന്നാണ്. ഈ ജീവന് ദുഃഖദുരിതാദികളായിട്ട് ഭവിക്കാതിരിക്കുക, അതുതന്നെയാണ് ഈ സുവർഗം. അങ്ങനെ കൂട്ടിയാൽ മതി. പിന്നെ 9 വിധത്തിൽ ഇങ്ങനെ മറ്റേ ഫലം എന്നിങ്ങനെ 9 വിധത്തിൽ പറഞ്ഞിരിക്കുന്നു. അതാണ് നമ്മൾ മറ്റേ വിസ്തരിച്ച് പറഞ്ഞത്. യാഗപൂജാദികൾ, കർമ്മം, ദ്രവ്യം, പൂജ, കർത്താവ്, പിന്നെ ഈ ഉപകരണം എന്നൊക്കെ സ്രുവം തൊട്ടുള്ളത്, പിന്നെ സ്വർഗം, കാലം, ദേശം, ഇങ്ങനെ 9 തരത്തിൽപ്പെട്ടതായിട്ട് എന്ന് അതിൻ്റെ വ്യാഖ്യാനം. കാലോദേശ, ക്രിയാകർത്ത, കാരണം, കാര്യം, ആഗമ, ദ്രവ്യം, ഫലം ഇതി ബ്രഹ്മൻ നവധ ഉക്തഃ അജയാ ഹരിഹി. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ 9 കാര്യവും നമ്മൾ ജീവിക്കുന്നത് ഈ കാലത്തിലാണ്, നമ്മൾ ജീവിക്കുന്നത് ഈ ദേശത്തിലാണ്, നമ്മുടെ ക്രിയകൾ ഇപ്രകാരത്തിലാണ്, നമ്മളാണ് അതിൻ്റെ കർത്താവ്. ഈ ഉപകരണങ്ങളോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, അതിൻ്റെ കാര്യം ഇന്നതാണ്, അതിൻ്റെ ശാസ്ത്രം വേദം അതിൻ്റെ അറിവ് ഇതാണ്. അപ്പോൾ നമുക്കറിയാവുന്നതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ അതിന് ഉപയോഗിക്കുന്നതായിട്ടുള്ള ദ്രവ്യം ഇന്നതാണ്, അതിൻ്റെ ഫലം ഇന്നതാണ്. അതാണ് ഇവിടെ നവധ ഉക്ത. അപ്പോൾ ഇവിടെ ആധ്യാത്മികമായിട്ട് പറഞ്ഞപ്പോൾ അതിനെ ആ രീതിയിൽ വ്യാഖ്യാനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് കാലോദേശ ക്രിയാകർത്ത കാരണം കാര്യമാഗമ ദ്രവ്യം ഫലം ഇതി ബ്രഹ്മൻ നവധോക്തോ ജയാഹരി. നമ്മൾ ഈ ഭാഗവതം വായിക്കുന്നതും ഭാഗവതം കേൾക്കുന്നതും ഒക്കെ ഈ 9 ഭാഗങ്ങളിലും പെടുന്ന സാരം. നിങ്ങൾ അവിടെ ഇരുന്ന് കേൾക്കണു, ഞാൻ ഇവിടെ ഇരുന്ന് പറയണു. ഇപ്പോൾ ഈ 9 ഭാവങ്ങളും നമുക്ക് ഇടയ്ക്കിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഫലം ഭഗവാൻ എന്താണോ ഉദ്ദേശിച്ചത് ഈ ഗ്രന്ഥത്തിൽ ഈ ശ്ലോകങ്ങളിലൂടെ, അതുതന്നെയാണ് ഞാൻ പറഞ്ഞതെങ്കിൽ അതാ ഫലം സാത്വികം. അത് തന്നെയാണ് നിങ്ങൾക്ക് ശ്രവിക്കാൻ സാധിച്ചതെങ്കിൽ അതിൻ്റെ ഫലം സാത്വികം, അത് സുവർഗം. അപ്പോൾ ഇതല്ലെങ്കിലോ, അത് വിപരീതമായിട്ട് പാപമായിട്ട് വരാച്ചാലോ, അപ്പോൾ അതിൻ്റെ ഫലം മറ്റൊന്നാണ് എന്ന് സാരം. അതാണ് ഇപ്പോൾ ഫലം എന്നേ പറഞ്ഞിട്ടുള്ളൂ, സ്വർഗം. അപ്പോൾ ആ രീതിയിൽ തന്നെ കാണണം അതിനെ. ഇനി മധ്വാദിഷു ദ്വാദശസു ഭഗവാൻ കാലരൂപധൃക് ലോകതന്ത്രായ ചരതി പൃഥക് ദ്വാദശഭിർഗുണൈഹി. ഇനി അതിൻ്റെ വിസ്താരത്തിലേക്ക് കിടക്കുകയാണ്. മധ്വാദിഷു ദ്വാദശസു, മധു ആദിയായിട്ടുള്ള 12 മാസങ്ങളിൽ ലോകതന്ത്രായ ലോകയാത്രാ നിർവഹണത്തിനായിക്കൊണ്ട് കാലരൂപധൃക് ഭഗവാൻ, ഈ കാലരൂപധാരിയായിട്ടുള്ള ഭഗവാൻ ദ്വാദശഭീരൂപൈഹി പൃഥക് 12 വിഭിന്ന രൂപങ്ങളോടുകൂടി വേറെ വേറെ ഗണൈഹി സഹ ഗണങ്ങളോട് കൂടിയിട്ട് ചരതി സഞ്ചരിക്കുന്നു. ചൈത്ര വൈശാഖാദി 12 മാസങ്ങളിൽ 12 വിഭിന്ന രൂപങ്ങൾ ധരിച്ചിരിക്കുന്നതായിട്ടുള്ള ഭഗവാൻ ശ്രീ സൂര്യനാരായണമൂർത്തി ലോകയാത്ര നിർവഹിക്കാനായിട്ട് 7 ഗണങ്ങളോട് കൂടിയിട്ട് സഞ്ചരിക്കുന്നു എന്ന ശ്ലോകത്തിൻ്റെ വാച്യാർത്ഥം. നമ്മൾ ഈ കാലത്തിലൂടെ ജീവിച്ചു പോകുന്നു എന്ന് അതിൻ്റെ സൂക്ഷ്മാർത്ഥം. ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ നിൽപ്പിലാണ്, അതിനൊന്നും സഞ്ചാരമില്ല. നമ്മൾ ഇതിൻ്റെ ഈ കാലത്തിലൂടെ സഞ്ചരിച്ചു പോകുന്നു എന്നതാണ്. റോട്ടിലൂടെ വാഹനം പോകുമ്പോൾ നമ്മളാണ് സഞ്ചരിക്കുന്നത്, റോഡ് സഞ്ചരിക്കുന്നില്ല, മരങ്ങൾ സഞ്ചരിക്കുന്നില്ല, ബാക്കി യാതൊന്നും സഞ്ചരിക്കുന്നില്ല. സഞ്ചാരം ചെയ്യുന്നത് നമ്മളാണ്. അതിന് ഉപാധിയായിട്ട് വാഹനത്തെ ഉപയോഗിക്കുന്നു. ആ വാഹനമാണ് ഈ ശരീരം, അത്രയേ ഉള്ളൂ. മധ്വാദിഷു ദ്വാദശസു ഭഗവാൻ കാലരൂപധൃക് ലോകതന്ത്രായ ചരതി പൃഥക് ദ്വാദശഭിർഗണൈഹി. 12 ഭാവങ്ങളിലും 12 മാസങ്ങളിലും ഇതേപോലെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ തിഥി, മറ്റേ നാള്, ആഴ്ച ഒക്കെ കൂടി കണക്കാക്കുക. നമ്മളിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞു. ഈ 1.5 മണിക്കൂർ നമ്മുടെ സഞ്ചാരം ഏത് രീതിയിലായിരുന്നു, ഇതാണ് പറഞ്ഞതിൻ്റെ സാരം.
ഇനി ധാതാകൃതസ്ഥലീ ഹേതിർവാസുകി രഥകൃന്മുനെ പുലസ്ത്യസ്തുംബുരുരിതി മധുമാസം നയന്ത്യമി. ഒന്നാമത്തേതായിട്ടുള്ള മധുമാസത്തിലെ ഗണത്തെ വിവരിക്കുകയാണ്. ധാതാവ് എന്ന പേരുള്ള സൂര്യൻ, കൃതസ്ഥലി എന്ന പേരായിട്ടുള്ള അപ്സര സ്ത്രീ, ഹേതി എന്ന പേരായിട്ടുള്ള രാക്ഷസൻ, വാസുകി എന്ന പേരായിട്ടുള്ള നാഗം, രഥകൃത്ത് എന്ന പേരായിട്ടുള്ള യക്ഷൻ, പുലസ്ത്യൻ എന്ന പേരായിട്ടുള്ള ഋഷി, തുമ്പുരു എന്ന പേരായിട്ടുള്ള ഗന്ധർവൻ, ഇവർ അവരവരുടേതായിട്ടുള്ള നിയതങ്ങളായിട്ടുള്ള വൃത്തികൾ ആചരിച്ചും കൊണ്ട് മധുമാസത്തിൽ, മേടമാസത്തിൽ സൂര്യനെ നടത്തുന്നു. ഇവിടെ നമ്മൾ ഇപ്രകാരത്തിൽ ഇവരാൽ നയിക്കപ്പെടുന്നു എന്ന് അന്വയം. ധാതാകൃതസ്ഥലീ ഹേതിർവാസുകി രഥകൃന്മുനെ പുലസ്ത്യഃ തുമ്പുരുഹു ഇതി മധുമാസം നയന്ത്യമീ. ഈ ഭാഗങ്ങൾ നല്ലോണം മനസ്സിരുത്തിയിട്ട് ഒരു പക്ഷേ രണ്ടാമതോ മൂന്നാമതോ കേൾക്കുക, അതിന് വിരോധമില്ല. അര്യമ പുലഹ അധ ഔജാഹ അധൗജാഹ, അധൗജസ് ഒറ്റ പേര, അധൗജസ് എന്ന യക്ഷൻ, അധൗജാഹ പ്രഹേതി പുഞ്ചികസ്ഥലി നാരദ കച്ഛനീരശ്ച നയന്തി ഏതേ സ്മ മാധവം. അര്യമാവ് സൂര്യൻ, പുലഹൻ ഋഷി, അധൗജസ് യക്ഷൻ, പ്രഹേതി രാക്ഷസൻ, പുഞ്ചികസ്ഥലി അപ്സരസ്, നാരദൻ ഗന്ധർവൻ, കച്ഛനീരൻ നാഗം, ഇവർ വൈശാഖമാസത്തെ, ഇടവമാസത്തെ നടത്തുന്നു. ഇപ്പോൾ നമ്മൾ വൈശാഖപ്പൊക്കെ കഴിഞ്ഞുള്ളൂ. ഇപ്പോൾ അവിടെ വൈശാഖമാസത്തിൽ എന്താണ് പ്രാധാന്യം എന്ന് ചോദിച്ചാൽ അര്യമാവാണ് അത് നടത്തുന്നത് എന്നതുകൊണ്ടാണ്. മുക്കുതിക്ക് കാരണം അതുകൊണ്ടാണ്. അതായത് ഈ പരമ്പര നിർത്തണച്ചാൽ അര്യമാവ് വേണം. അര്യമാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ സ്വധയുടെ ഭർത്താവാണ്, പിതൃക്കളുടെ നേതാവാണ്. യമൻ്റെ ഒരു സ്ഥാനമുണ്ട് അര്യമാവിന്. അര്യമാ പുലഹോധൗജ പ്രഹേതി പുഞ്ചികസ്ഥലി നാരദ കച്ഛനീരശ്ച നയന്ത്യേതേ സ്മ മാധവം. മിത്രോത്രി പൗരുഷേയോ യഥാ മിത്രഃ ആത്രിഃ പൗരുഷേയഃ അഥ തക്ഷകഃ മേനക ഹഹാഹ രഥസ്വന ഇതി ഹി ഏതേ ശുക്രമാസം നയന്തി അമി. മിത്രൻ സൂര്യൻ, അത്രി ഋഷി, പൗരുഷേയൻ രാക്ഷസൻ, തക്ഷകൻ നാഗം, മേനക അപ്സരസ്, ഹാഹ എന്ന ഗന്ധർവൻ, ഹാഹ ഹൂഹു രണ്ട് ഗന്ധർവന്മാരുണ്ട്. ഇതിൽ ഹാഹ ഗന്ധർവൻ, രഥസ്വനൻ യക്ഷൻ, ഇവർ ജ്യേഷ്ഠമാസത്തെ മിഥുനമാസത്തെ നടത്തുന്നു. എന്ന് വെച്ചാൽ ഇന്ന് നർത്ഥം. നമ്മളിപ്പോൾ മിഥുനമാസത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മിത്രോത്രി പൗരുഷേയോധ തക്ഷകോ മേനകാഹ രഥസ്വന ഇതി ഹ്യേതേ ശുക്രമാസം നയന്ത്യമി. വസിഷ്ഠോ വരുണോരംഭ സഹജന്യസ്തഥാഹുഹു ശുക്രശ്ചിത്രസ്വനശ്ചൈവ ശുചിമാസം നയന്ത്യമി. വസിഷ്ഠൻ ഋഷി, വരുണൻ സൂര്യൻ, രംഭ അപ്സരസ്, സഹജന്യൻ യക്ഷൻ, ഹൂഹു ഗന്ധർവൻ, ശുക്രൻ നാഗം, ചിത്രസ്വനൻ രാക്ഷസൻ, ഇവർ ആഷാഢമാസത്തെ കർക്കിടകത്തെ നടത്തുന്നു. ഇനി അടുത്ത മാസത്തെ അതാണ്. വസിഷ്ഠോ വരുണോ രംഭ സഹജന്യസ്തഥാ ഹുഹു ശുക്രശ്ചിത്രസ്വനശ്ചൈവ ശുചിമാസം നയന്ത്യമി. ഇന്ദ്രോ വിശ്വാവസു ശ്രോത ഏലാപത്രസ്തഥാംഗിരാ പ്രമ്ലോച രാക്ഷസോ വര്യോ നഭോ മാസം നയന്ത്യമി. ഇന്ദ്രൻ സൂര്യൻ, വിശ്വാവസു ഗന്ധർവൻ, ശ്രോതാവ് യക്ഷൻ, ഏലാപത്രൻ നാഗം, അങ്കിരസ് ഋഷി, പ്രമ്ലോച അപ്സരസ്, വര്യൻ രാക്ഷസൻ, ഇവർ ശ്രാവണമാസത്തെ ചിങ്ങമാസത്തെ നടത്തുന്നു. ഇന്ദ്രോ വിശ്വാവസു ശ്രോത ഏലാപത്രസ്തഥാംഗിരാ പ്രമ്ലോച രാക്ഷസോ വര്യോ നഭോ മാസം നയന്ത്യമി. വിവസ്വാനുഗ്രസേനശ്ച വ്യാഘ്ര ആസാരണോ ഭൃഗു അനുമ്ലോച ശംഖപാലോ നഭസ്യാഖ്യം നയന്ത്യമി. വിവസ്വാൻ സൂര്യൻ, ഉഗ്രസേനൻ ഗന്ധർവൻ, വ്യാഘ്രൻ രാക്ഷസൻ, ആസാരണൻ യക്ഷൻ, ഭൃഗു ഋഷി, അനുമ്ലോച അപ്സരസ്, ശംഖപാലൻ നാഗം, ഇവർ ഭാദ്രപദ മാസത്തെ കന്നിമാസത്തെ നടത്തുന്നു. പൂഷ ധനഞ്ജയോ വാദ സുഷേണ സുരുചിസ്തഥ
ഘൃതാചി ഗൗതമശ്ചേതി ഗൗതമഃ ച ഇതി തപോമാസം നയന്ത്യമീ. പൂഷാവ് സൂര്യൻ, ധനഞ്ജയൻ നാഗം, വാദൻ രാക്ഷസൻ, സുഷേണൻ ഗന്ധർവൻ, സുരുചി യക്ഷൻ, ഘൃതാചി അപ്സരസ്, ഗൗതമൻ ഋഷി ഇവർ മാഘമാസത്തെ കുംഭമാസത്തെ നടത്തുന്നു. മാസക്രമത്തെ അതിക്രമിച്ച് പറഞ്ഞിരിക്കുന്നത് കൂർമ്മപുരാണത്തിൽ പറഞ്ഞ രീതിയെ അവലംബിച്ചിട്ട് ആകുന്നു. വൈഷ്ണവ പുരാണത്തിലാവട്ടെ മാസക്രമത്തെ അനുസരിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. ചില ദിക്കിൽ ഗണങ്ങളുടെ നാമത്തിലും വ്യത്യാസം കാണും. അത് കൽപ്പഭേദത്തെ അനുസരിച്ചാണ് എന്ന് പൂർവാചാര്യന്മാർ പറയണം. ഇപ്പോൾ നമ്മളിവിടെ ഈ വ്യാഖ്യാതാവ് ഇങ്ങനെ കൊടുക്കാനുള്ള കാരണം പുരാണങ്ങൾ എങ്ങനെയൊക്കെയോ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്, അത് ചേർക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വ്യാഖ്യാതാക്കൾ ഇതിൻ്റെ മുഴുവൻ കൃത്യം ഉത്തരം കിട്ടാത്തത് കൊണ്ട് അന്യപുരാണങ്ങളെ ആശ്രയിച്ചിട്ടുണ്ട്. അപ്പോൾ അന്യപുരാണങ്ങൾ ഉണ്ടായിട്ടുള്ള കാലം, ഭാഗവതം ഉണ്ടായിട്ടുള്ള കാലം, ഭാഗവതത്തിന് ഇന്ന് ഈ 5126 അതിൽ കൂടുതൽ എന്തായാലും പഴക്കമുണ്ടാവില്ല. അപ്പോൾ അത് കണക്കാക്കുമ്പോൾ അതിൻ്റെ മുന്നത്തെ ഈ പുരാണങ്ങളെയൊക്കെ ആശ്രയിക്കുമ്പോൾ അതിൽ പല കൂട്ടിച്ചേർക്കലുകൾ നടന്നിട്ടുണ്ട്, അതേപോലെ പല കൊഴിഞ്ഞുപോക്ക് നടന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞിരിക്കുന്നത് 100 കോടിയാണ് ഈ 4 ലക്ഷമായിട്ട് ചുരുക്കിയതേ. അപ്പോൾ അതിന് എത്ര നഷ്ടപ്പെട്ടുണ്ടാവും, അതിൻ്റെ വിശദീകരണങ്ങൾ എത്ര വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ അധികം വാശി പിടിക്കണ്ട. ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെയൊക്കെ ഇതിനെ എടുക്കാൻ സാധിക്കും അതുപോലെ എടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞ വ്യാഖ്യാനത്തിൻ്റെ സാരം. പൂഷാധനഞ്ജയോ വാദ സുഷേണ സുരുചിസ്തഥാ ഘൃതാചി ഗൗതമശ്ചേതി തപോമാസം നയന്ത്യമീ. ക്രതുർവർച്ച ഭരദ്വാജ പർജന്യസേനജിത് തഥാ വിശ്വ ഐരാവതശ്ചൈവ തപസ്യാഖ്യം നയന്ത്യമീ. ക്രതു യക്ഷൻ, വർച്ചസ് രാക്ഷസൻ, ഭരദ്വാജൻ ഋഷി, പർജന്യൻ സൂര്യൻ, സേനജിത്ത് അപ്സരസ്, വിശ്വൻ ഗന്ധർവൻ, ഐരാവതൻ നാഗം ഇവർ ഫാൽഗുനമാസത്തെ മീനമാസത്തെ നടത്തുന്നു. അഥാംശു കശ്യപസ്താർക്ഷ്യ ഹൃദസേനസ്തഥോർവശി വിദ്യുച്ഛത്രുർമഹാശംഖ സഹോമാസം നയന്ത്യമീ. അംശു സൂര്യൻ, കശ്യപൻ ഋഷി, താർക്ഷൻ യക്ഷൻ, ഹൃദസേനൻ ഗന്ധർവൻ, ഉർവശി അപ്സരസ്, വിദ്യുച്ഛത്രു രാക്ഷസൻ, മഹാശംഖൻ നാഗം ഇവർ മാർഗശീർഷമാസത്തെ ധനുമാസത്തെ നടത്തുന്നു. ഭഗസ്ഫൂർജോരിഷ്ടനേമി ഊർണ ആയുശ്ച പഞ്ചമ കർക്കോടക പൂർവജിത്തി പുഷ്യമാസം നയന്ത്യമീ. ഭഗൻ സൂര്യൻ, സ്ഫൂർജൻ രാക്ഷസൻ, അരിഷ്ടനേമി ഗന്ധർവൻ, ഊർണൻ യക്ഷൻ, ആയുസ് ഋഷി, കർക്കോടകൻ നാഗം. കാർക്കോടകൻ എന്ന് ദീർഘം കൊടുക്കാറുണ്ട്, സാരില്ല. കർക്കോടകൻ നാഗം, പൂർവജിത്തി അപ്സരസ് ഇവർ പുഷ്യമാസത്തെ മകരമാസത്തെ നയിക്കുന്നു. ത്വഷ്ട ഋജീകതനയ കമ്പളശ്ച തിലോത്തമ ബ്രഹ്മാപേദോധ ശതജിത് ധൃതരാഷ്ട്ര ഇഷംഭര. ത്വഷ്ടാവ് സൂര്യൻ, ഋഷീകപുത്രൻ ജമദഗ്നി. ഋചീകൻ എന്ന നമ്മൾ പറയാറങ്ങനെയാണ്. ഋചീകൻ എന്നാണ് ഭാഗവതത്തിലെ വാക്ക്. ഇതിലിപ്പോൾ ഋഷീകൻ എന്നാണ് കാണുന്നത്, കുഴപ്പമില്ല, ഋചീകൻ തന്നെയാണ്. അതിൽ ശ്ലോകത്തിൽ ഋചീകൻ തന്നെയാണ് കേട്ടോ. ഋചീകൻ്റെ പുത്രൻ ജമദഗ്നി, പിന്നെ ഋഷി, കമ്പളൻ നാഗം, തിലോത്തമ അപ്സരസ്, ബ്രഹ്മാപേദൻ രാക്ഷസൻ, ശതജിത്ത് യക്ഷൻ, ധൃതരാഷ്ട്രൻ ഗന്ധർവൻ ഇവർ അശ്വിനമാസത്തെ തുലാമാസത്തെ പാലിക്കുന്നു. ത്വഷ്ട ഋചീകതനയ കമ്പളശ്ച തിലോത്തമ ബ്രഹ്മാപേദോധ ശതജിത് ധൃതരാഷ്ട്ര ഇഷംഭര. വിഷ്ണുരശ്വരതോ രംഭ സൂര്യവർച്ചാശ്ച സത്യജിത്ത് സൂര്യവർച്ചാശ്ച സത്യജിത്ത് വിശ്വാമിത്രോ മഹാപേദ ഊർജമാസം നയന്ത്യമീ. വിഷ്ണു സൂര്യൻ, അശ്വതരൻ നാഗം, രംഭ അപ്സരസ്, സൂര്യവർച്ചസ് ഗന്ധർവൻ, സത്യജിത്ത് യക്ഷൻ, വിശ്വാമിത്രൻ ഋഷി, മഹാപേദൻ രാക്ഷസൻ ഇവർ
കാർത്തിക മാസത്തെ വൃശ്ചിക മാസത്തെ നടത്തുന്നു. വിഷ്ണുരശ്വതരോ രംഭ സൂര്യവർച്ചാശ്ച സത്യജിത്ത് വിശ്വാമിത്രോ മഖാപേത ഊർജമാസം നയന്ത്യമി. ഏതാ ഭഗവതോ വിഷ്ണോഃ ആദിത്യസ്യ വിഭൂതയ സ്മരതാം സന്ധ്യയോർനൃണാം ഹരന്ത്യമഹോ ദിനേ ദിനേ. ഭഗവതഃ വിഷ്ണോഃ ആദിത്യസ്യ, ഭഗവാനായിട്ടുള്ള ഈ വിഷ്ണുവിൻ്റെ സ്വരൂപമായിരിക്കുന്ന സൂര്യൻ്റെ ഏതാഹ വിഭൂതയ, ഈ വിഭൂതികൾ ദിനേ ദിനേ സന്ധ്യയോഹോ, ദിവസം തോറും 2 സന്ധ്യകളിൽ സ്മരതാം നൃണാം, അങ്ങനെയുള്ള ഈ സ്മരിക്കുന്നതായിട്ടുള്ള മനുഷ്യന്മാർക്ക് അംഹഹ, അംഹസ്സിനെ, ദുരിതത്തെ ഹരന്തി, മുഴുവൻ ഇല്ലാണ്ടാക്കാൻ സാധിക്കുന്നു എന്ന് സാരം. 32ാമത്തെ ശ്ലോകങ്ങൾ തൊട്ടിട്ട് ഒന്നും കൂടി വായിക്കാം. മധ്വാദിഷു ദ്വാദശസു ഭഗവാൻ കാലരൂപധൃക് ലോകതന്ത്രായ ചരതി പൃഥക് ദ്വാദശഭിർഗണൈ. ധാതാ കൃതസ്ഥലീഹേതി വാസുകീ രഥകൃന്മുനെ പുലസ്ത്യ തുംബുരു ഇതി മധുമാസം നയന്ത്യമി. അര്യമ പുലഹ അഥ ഉജാ പ്രഹേതി പുഞ്ചികസ്ഥലി. നാരദ കച്ഛനീരശ്ച നയന്തി ഏതേ സ്മ മാധവം. മിത്രോത്രി പൗരുഷേയോ അഥ തക്ഷകോ മേനഗാഹ. രഥസ്വന ഇതി ഹ്യേതേ ശുക്രമാസം നയന്ത്യമി. വസിഷ്ഠോ വരുണോ രംഭ സഹജന്യസ്തഥാഹുഃ. ശുക്രശ്ചിത്രസ്വനശ്ചൈവ ശുചിമാസം നയന്ത്യമി. ഇന്ദ്രോ വിശ്വാവസു ശ്രോത ഏലാപത്രസ്തഥാംഗിരാ. പ്രമ്ലോജാ രാക്ഷസോ വർയോ നഭോ മാസം നയന്ത്യമി. വിവസ്വാനുഗ്രസേനശ്ച വ്യാഘ്ര ആസാരണോ ഭൃഗു. അനുമ്ലോജാ ശംഖപാലോ നഭസ്യാഖ്യം നയന്ത്യമി. പൂഷാ ധനഞ്ജയോ വാദ സുഷേണ സുരുചിസ്തഥാ. കൃതാചി ഗൗതമശ്ചേതി തപോമാസം നയന്ത്യമി. ക്രതുർവർച്ച ഭരദ്വാജ പർജന്യ സേനജിത്തഥാ. വിശ്വ ഐരാവതശ്ചൈവ തപസ്യാഖ്യം നയന്ത്യമി. അഥാംശു കശ്യപസ്താർക്ഷ്യ ഋതസേനസ്തഥോർവശി. വിദ്യുച്ഛത്രുർമഹാശംഖ സഹോമാസം നയന്ത്യമി. ഭഗ സ്ഫൂർജോ അരിഷ്ടനേമി ഊർണ ആയുശ്ച പഞ്ചമ. കർക്കോടക പൂർവജിത്തി പുഷ്യമാസം നയന്ത്യമി. ത്വഷ്ട ഋചീകതനയ കമ്പളശ്ച തിലോത്തമ. ബ്രഹ്മാവേദോഥ ശതജിത് ധൃതരാഷ്ട്ര ഇഷംഭര. വിഷ്ണുരശ്വതരോ രംഭ സൂര്യവർച്ചാശ്ച സത്യജിത്. വിശ്വാമിത്രോ മഖാപേത ഊർജമാസം നയന്ത്യമി. ഏതാ ഭഗവതോ വിഷ്ണോ ആദിത്യസ്യ വിഭൂതയ സ്മരതാം സന്ധ്യയോർനൃണാം ഹരന്ത്യമഹോ ദിനേ ദിനേ. ആദിത്യസ്വരൂപേണ എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കുന്നതായിട്ടുള്ള ഐശ്വര്യപൂർണനായിട്ടുള്ള ഈ മഹാവിഷ്ണുവിൻ്റെ ഈ വിഭൂതികളെ എല്ലാ ദിവസവും 2 സന്ധ്യകളിലും സ്മരിക്കുന്നതായിട്ടുള്ള മനുഷ്യരുടെ പാപം മുഴുവൻ നശിച്ചു പോകുന്നു. കൂർമ്മപുരാണത്തിൽ ആദിത്യാദികളായിട്ടുള്ള 7 പേരുടെയും വെവ്വേറെ പറഞ്ഞിരിക്കുന്നതിനെ ഒന്ന് സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് വ്യാഖ്യാതാവ് അത് കൊടുത്തിരിക്കുന്നു. അതൊന്ന് വായിക്കാം. 12 മാസങ്ങളിലെ സൂര്യനാമധേയങ്ങൾ. ധാതര്യമാ ച മിത്രശ്ച വരുണശ്ചേന്ദ്ര ഏവ ച. വിവസ്വാനഥ പൂഷാ ച പർജന്യശ്ചാംശുരേവ ച. ഭവസ്ത്വഷ്ടാ ച വിഷ്ണുശ്ച ആദിത്യാ ദ്വാദശസ്മൃത. മാസങ്ങളിലെ ഋഷികൾ. പുലസ്ത്യ പുലഹശ്ചാത്രിർവസിഷ്ഠോഥ അംഗിരാ ഭൃഗു. ഗൗതമോഥ ഭരദ്വാജ കശ്യപ ക്രതുരേവ ച. ജമദഗ്നി കൗശികശ്ച മുനയോ ബ്രഹ്മവാദിന. മാസങ്ങളിലെ യക്ഷന്മാർ. രഥകൃച്ച രഥൗജാശ്ച ഗ്രാമണീശ്ച രഥസ്വന. രഥശ്ചിത്രസ്വന ശ്രോത അരുണ സേനജിത് തഥാ. താർക്ഷശ്ച അരിഷ്ടനേമിശ്ച ഋതജിത് സത്യജിത് തഥാ. മാസങ്ങളിലെ രാക്ഷസന്മാർ. അഥ ഹേതി പ്രഹേതിശ്ച പൗരുഷേയോ വധസ്തഥാ. വർയോ വ്യാഘ്രസ്തഥായശ്ച വർയോ വ്യാഘ്രസ്തതാപശ്ച. വായുർവിദ്യുദ്ദിവാകര. ബ്രഹ്മോപേതശ്ച വിപ്രേന്ദ്ര.
യജ്ഞാപേതശ്ച രാക്ഷസാം. ഇനി നാഗങ്ങൾ. വാസുകി കശ്ചനീരശ്ച തക്ഷക സർപ്പപുങ്കവ ഏലാപത്ര ശംഖപാലസ്തഥൈവ തഥാ ഏലാപത്ര ശംഖപാലസ്തഥാ ഐരാവതസംനിധ ധനഞ്ജയ മഹാപത്മസ്തഥാ കർക്കോടകോദ്വിജ കമ്പളോ അശ്വതരശ്ചൈവ വഹന്ത്യേവം യഥാക്രമം. ഇനി ഗന്ധർവന്മാർ തുംബുരുർനാരദോഹാഹ ഹൂഹുർവിശ്വാവസുസ്തഥാ ഉഗ്രസേനോ വസുരുചിർ വിശ്വാവസുരഥാപര ചിത്രസേനസ്തഥോർണോയുർധൃതരാഷ്ട്രോ ദ്വിജോത്തമ സൂര്യവർച്ച ദ്വാദശേതി ഗന്ധർവാ ഗായതാംവര. അപ്സരസുകൾ. കൃതസ്ഥല്യ അപ്സരോവര്യ തഥാന്യ പുഞ്ചികസ്ഥലി മേനക സഹജന്യാ ച പ്രംളോജാ ച ദ്വിജോത്തമ അനുമ്ലോജ കൃതാചീ ച വിശാചി ച ഉർവശി തഥാ അന്യാ ച പൂർവജിത്തി സ്യാദന്യാ ചൈവ തിലോത്തമ രംഭാ ചേതി ദ്വിജശ്രേഷ്ഠ തഥൈവ അപ്സരസ സ്മൃതാഃ. ഇങ്ങനെ 12 മാസങ്ങളിലെയും 6-7 ഗണങ്ങളെ ഒരുമിച്ച് പറഞ്ഞിരിക്കണം. 6+1 7 ഗണങ്ങളെ പറഞ്ഞിരിക്കണം. ദ്വാദശസ്വപി മാസേഷു ദേവോസൗ ഷഡ്ഭിരസ്യ വൈ ചരൻ സമന്താത്തനുദേ പരത്രേഹ ച സന്മതിം. അസൗ ദേവ, ഈ ദേവൻ ഷഡ്ഭിഹി 6 സംഘങ്ങളോട് കൂടിയിട്ട് ദ്വാദശസു മാസേഷു അപി 12 മാസങ്ങളിലും അസ്യ സമന്താത് ഇതിൻ്റെ 4 ഭാഗത്തും ചരൻ സഞ്ചരിക്കുന്നവനായിട്ട് ഇഹ ച പരത്ര ച ഇഹത്തിലും പരത്തിലും സന്മതിം തനുദേ സൽബുദ്ധിയെ ജനിപ്പിക്കുന്നു. ദ്വാദശസ്വപി മാസേഷു ദേവ അസൗ ഷഡ്ഭിഹി അസ്യ വൈ ചരൻ സമന്താത് തനുതേ പരത്ര ഇഹ ച സന്മതിം. ഭഗവാൻ സൂര്യൻ ഈ 6 ഗണങ്ങളോട് ചേർന്നിട്ട് ലോകത്തിൻ്റെ 4 ഭാഗത്തും സഞ്ചരിച്ചും കൊണ്ട് ജനങ്ങൾക്ക് ഇഹ വേണ്ടതെല്ലാം, ഇവിടെ ഈ ശരീരം സ്വീകരിച്ച് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എന്തൊക്കെ വേണോ അത് മുഴുവൻ, പരത്തിലും അതേപോലെ ഈ ജീവൻ ശരീരത്തെ വിട്ടുകൊണ്ട് പിന്നെ എവിടെയൊക്കെ സഞ്ചരിക്കേണ്ടി വരുമോ അവിടെയും ഇഷ്ടത്തിനനുസരിച്ചുള്ള ശ്രേയസ്സിനെ അനുഭവിപ്പിക്കാൻ ഈ സദ്ബുദ്ധിയെ ജനിപ്പിക്കുന്നു. ധിയോ യോ ന പ്രചോദയാൽ. ഗായത്രിയുടെ 3-ാമത്തെ പാദം. ഈ സാരം പ്രകാശിപ്പിച്ചു. സൂര്യനെ ഗണത്തിൽ ഉൾപ്പെടുത്താത്തതിനാൽ 6 ഗണം എന്ന് പറഞ്ഞതാകുന്നു. 7 ഗണത്തോട് കൂടിയിട്ടാണ് വെച്ചാൽ 1+6. ദ്വാദശസ്വപി മാസേഷു ദേവോസൗ ഷഡ്ഭിരസ്യ വൈ ചരൻ സമത്താത്തനുദേ പരത്രേഹ ച സന്മതിം. സാമർഗ്യജുർഭിർസ്ഥല്ലിംഗൈർഷയ സംസ്തുവന്ധ്യമും ഗന്ധർവാസ്ത്രം പ്രഗായന്തി നൃത്യന്ത്യപ്സരസോഗ്രത. സാമ ഋക്ക് യജു അല്ലെങ്കിൽ യജുർഭി. സാമ ഋക്ക് യജുർഭി തദ്ലിംഗൈഃ. സാമവേദം, ഋഗ്വേദം, യജുർവേദം. തദ്ലിംഗൈഃ ഋഷയഃ സംസ്തുവന്തി അമും. ഗന്ധർവാഃ തം പ്രഗായന്തി നൃത്യന്തി അപ്സരസ ഉഗ്രത. തല്ലിംഗൈഃ ആ സൂര്യഭഗവാന്റെ മഹിമയെ പ്രകാശിപ്പിക്കുന്നതായിട്ടുള്ള സാമവേദം, ഋഗ്വേദം, യജുർവേദം എന്നീ വേദങ്ങളെ കൊണ്ട് ഋഷികൾ അമും സംസ്തുവന്തി ഈ ഭഗവാനെ നന്നായിട്ട് തന്നെ സ്തുതിക്കുന്നു. ഗന്ധർവാഹ ഈ ഗന്ധർവന്മാർ തം പ്രഗായന്തി നന്നായിട്ട് തന്നെ ഗാനം ചെയ്യുന്നു. അതായത് ഋഷികൾ സ്തുതിക്കുന്നു, ഗന്ധർവന്മാർ പാട്ടുപാടുന്നു, അപ്സരസുകൾ അത് പ്രാക്ടിക്കലായിക്കൊണ്ട് നൃത്തം ചെയ്യുന്നു. അഗ്രത നൃത്യന്തി മുമ്പിൽ ഭാവഹാവാദികളോട് കൂടിയിട്ട് അഭിനയിക്കുന്നു എന്ന് സാരം. ഇങ്ങനെ 3 ഭാവമാണ്. ഒന്ന് സ്തുതിക്കുക, ഒന്ന് ഗാനം ചെയ്യുക, മറ്റത് അതിനെ അനുഭവിപ്പിക്കുക. ഗണങ്ങളിലുള്ളവരുടെ പ്രത്യേക പ്രവൃത്തികൾ പറയുകയാണ്. ഋഷികൾ സൂര്യസ്വരൂപനായിട്ടുള്ള ആ ഭഗവാന്റെ മഹാത്മ്യത്തെ വെളിപ്പെടുത്തുന്നതായിട്ടുള്ള സാമവേദ, ഋഗ്വേദ, യജുർവേദ മന്ത്രങ്ങളെ കൊണ്ട് സ്തുതിക്കുന്നു. ഗന്ധർവന്മാർ ഈ കാര്യങ്ങളെ തന്നെ പറഞ്ഞുകൊണ്ട് അത് പാട്ടുകളായിട്ട് പാടുന്നു. അപ്സരസുകൾ ഈ പാട്ടിനനുസരിച്ച് നൃത്തം ചെയ്യുന്നു. അതേപോലെ വാദ്യഘോഷാദികളെല്ലാം ആ സമയത്ത് അവിടെ
സംഭവിക്കുന്നുണ്ട്. അതേപോലെ പുഷ്പവൃഷ്ടി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പലതുമുണ്ട്. അതൊരു മേളനം ആണ്. അപ്പോൾ അതുകൊണ്ട് അതിന് എല്ലാവിധ പക്ക മേളങ്ങളും ഉണ്ടാവുമെന്ന് സാരം. അതിൻ്റെ അലങ്കാരങ്ങളും അതെല്ലാം കൂടിയിട്ട് കണക്കാക്കണം. അങ്ങനെയാണ്. സാമർഗ്യജുർഭ്യസ്തല്ലിംഗൈ ഋഷയ സംസ്തുവന്ധ്യമും ഗന്ധർവാസ്തം പ്രഗായന്തി നൃത്യന്തി അപ്സരസോഗ്രതാം. അപ്പോൾ ഇതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മളൊരു പൂജ ചെയ്യുകയാണെച്ചാൽ, ഒരു യജ്ഞം നടത്തുകയാണെച്ചാൽ അലങ്കാരങ്ങളോട് കൂടിയിട്ട് സ്തുതിയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണു, പൂജ ചെയ്യണു, കീർത്തനം പാടണു, നാമം ജപിക്കണു. ഇനി അതല്ല വെച്ചാൽ ഒരു കല്യാണം നടക്കുകയാണെച്ചാൽ ആ കല്യാണത്തിൽ ഇതൊക്കെ അതിൻ്റെ ഭാഗങ്ങൾ വരുന്നതാണ്. ഈ ആഘോഷങ്ങളെല്ലാം നമ്മൾ കാണുന്നു. അതേപോലെ ഒരു മരണം നടക്കുകയാണെങ്കിൽ ആ മരണത്തിലും ആ ഘോഷങ്ങൾക്ക് വ്യത്യാസമുണ്ട് എന്നേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരേപോലെയാണ്. കരയേണ്ടതിന് പകരം ചിരിക്കും, ചിരിക്കേണ്ടതിന് പകരം കരയും, അതല്ലെങ്കിൽ കളിയാക്കും. ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളേ ഉള്ളൂ. ഇത് ഷഡ്രസങ്ങൾ അവിടെ വന്നുകൊണ്ടേയിരിക്കുമെന്ന് സാരം. അതാണ്. ഉന്നഹ്യന്തി രഥം നാഗ ഗ്രാമണ്യോ രഥയോജക ചോദയന്തി രഥം പൃഷ്ഠേ നൈരൃത ബലശാലിന. നാഗാഹ നാഗങ്ങൾ രഥം ഉന്നഹ്യന്തി രഥത്തെ ബന്ധിക്കുന്നു. ഗ്രാമണ്യ യക്ഷന്മാർ രഥയോജകാഹ രഥത്തെ യോജിപ്പിക്കുന്നവരാകുന്നു. ബലശാലിനഃ ബലശാലികളായിട്ടുള്ള നൈരൃതാഹ രാക്ഷസന്മാർ രഥം പൃഷ്ഠേ ചോദയന്തി രഥത്തിൻ്റെ പിൻഭാഗത്ത് നിന്ന് തള്ളുന്നു. സർപ്പങ്ങൾ ഈ തേര് അതിൻ്റെ കോപ്പുകളെ ചേർത്ത്, തേരിൻ്റെ ഓരോരോ ചക്രത്തെ ചേർക്കണം, അതിൻ്റെ ഈ അലക പിടി, മറ്റേ ഈ നഖം, മറ്റേ കൂട്ടിച്ചേർക്കലുകൾ, മേലാപ്പുകൾ, ഇങ്ങനെ ഇതെല്ലാം ചേർക്കുന്നു, മുറുക്കി കെട്ടുന്നു. യക്ഷന്മാർ തേർക്കോപ്പുകളെ അതാത് സ്ഥാനങ്ങളെ യോജിപ്പിക്കുന്നു. ബലശാലികളായിട്ടുള്ള രാക്ഷസന്മാർ തേരിൻ്റെ പിൻഭാഗത്ത് നിന്ന് തള്ളിക്കൊണ്ടിരിക്കുന്നു. ഉന്നഹ്യന്തി രഥം നാഗ ഗ്രാമണ്യോ രഥയോജക ചോദയന്തി രഥം പൃഷ്ഠോ നൈരൃത ബലശാലിന. ബാലകില്യാ സഹസ്രാണി ഷഡ്ഭിർബ്രഹ്മർഷയോ മല പുരതോഭിമുഖം യാന്തി സ്തുവന്തി സ്തുതിഭിർവിഭും. അമലാഹ ശുദ്ധാന്തകരണന്മാരായിട്ടുള്ള ഈ ബാലകില്യന്മാർ ബ്രഹ്മർഷികളാണവർ. ഷഷ്ടി സഹസ്രാണി ബാലകില്യാഹ 60,000 ബാലകില്യന്മാർ എന്ന പേരുള്ള പുരതഃ ആ മഹർഷിമാർ പുരോഭാഗത്തിലെ സൂര്യൻ്റെ മുൻഭാഗത്ത് നിന്ന് അഭിമുഖം സൂര്യനെ നോക്കിക്കൊണ്ട് യാന്തി പലായനം ചെയ്യുന്നു, അല്ലെങ്കിൽ നടക്കുന്നു. സ്തുതിഭിഹി വിഭും സ്തുവന്തി സ്തുതികൾ കൊണ്ട് വിഭുവിനെ സ്തുതിക്കുന്നു. അപ്പോൾ അവിടെ നടക്കുന്നത് പിന്നാക്കമാണ് എന്ന് സാരം. സർവസാക്ഷിയായിരിക്കുന്ന സൂര്യഭഗവാന്റെ മുമ്പിൽ നിൽക്കുന്നതായിട്ടുള്ള പരമപാവനന്മാരായിട്ടുള്ള ബ്രഹ്മർഷികളായിട്ടുള്ള ബാലകില്യന്മാർ എന്നു പേരുള്ള ഈ 60,000 പേര് മഹാഋഷികൾ, ബ്രഹ്മർഷികൾ, സർവാന്തര്യാമിയായിട്ടുള്ള സർവസാക്ഷിയായിട്ടുള്ള ഭഗവാൻ സൂര്യനെ നിത്യവും അഭിമുഖം നിന്നുകൊണ്ട് സ്തുതിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അവർ പിന്നാക്കം അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് മാറ്റമില്ല. എല്ലാ മാസങ്ങളിലും സ്തുതിപാഠകന്മാരായിട്ട് ഈ ബാലകില്യന്മാരാണ്. അത് ആ വംശവിസ്താരത്തിൽ, ദേവന്മാരുടെ വംശവിസ്താരത്തിൽ ബാലകില്യന്മാരെ പ്രത്യേകം പറയുന്നുണ്ട്. ബാലകില്യാഹ സഹസ്രാണി ഷഡ്ഭിർബ്രഹ്മർഷയോ മലാഹ പുരതോഭിമുഖം യാന്തി സ്തുവന്തി സ്തുതിഭിർവിഭും. അവർ വെറുതെ സ്തുതിക്കല്ല, അവരിലൂടെ നമുക്ക് കിട്ടേണ്ടതായ എല്ലാം കിട്ടുന്നു എന്നാണ്. അതാണ് ഓം ഭൂർഭുവസ്വ തൽസവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോയോ ന പ്രചോദയാൽ. നഹ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നഹ എന്നാകുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും എന്നാണ്. ഈ ബാലകില്യന്മാരും അതിൻ്റെ താഴെയുള്ള നമ്മളെല്ലാവരും അവർ കൂട്ടിച്ചേർത്തിട്ടാണ് പറയുന്നത് എന്ന് സാരം. ഏവം ഹ്യനാദിനിധനോ ഭഗവാൻ ഹരിരീശ്വര കൽപ്പേ കൽപ്പേ സ്വമാത്മാനം വ്യൂഹ്യ ലോകാനവത്യജ. അനാദിനിധന ആദിയും അന്തവുമില്ലാത്തവനും അജഹ ഈശ്വര അജനായിട്ടുള്ള ഈശ്വരൻ, ജന്മാദി വികാരങ്ങളില്ലാത്തതായിട്ടുള്ള ഈശ്വരനുമായിട്ടുള്ള ആ ഭഗവാൻ ഹരി വിഷ്ണു കൽപ്പേ കൽപ്പേ കൽപ്പം തോറും സ്വം ആത്മാനം തൻ്റെ സ്വരൂപത്തെ ഏവം ഇപ്രകാരം വ്യൂഹ്യ 12 വിഭജിച്ചിട്ട് ലോകാൻ അവധി ഈ ലോകങ്ങളെ മുഴുവൻ രക്ഷിക്കുക എന്നത് ചെയ്യുന്നു. സൂര്യവ്യൂഹ വിവരണം ഇവിടെ ഉപസംഹരിക്കുകയാണ്. ആദ്യന്തരഹിതനായിട്ടുള്ള ജന്മാദി ഷഡ്ഭാവങ്ങളില്ലാത്തവനുമായിട്ടുള്ള സർവേശ്വരനായിട്ടുള്ള ആ വിഷ്ണു ഭഗവാൻ ഇപ്രകാരം എല്ലാ കൽപ്പങ്ങളിലും പ്രതിമാസം ഓരോ രൂപത്തെ ധരിച്ചുകൊണ്ട് സകല ലോകങ്ങളെയും സംരക്ഷിക്കുന്നു. ഏവം ഹ്യനാദിനിധനോ ഭഗവാൻ ഹരിരീശ്വര കൽപ്പേ കൽപ്പേ സ്വമാത്മാനം വ്യൂഹ്യ ലോകാൻ അവധി അജ. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ
ദ്വാദശസ്കന്ധേ ആശ്രയനിരൂപണേ ഭഗവദംഗാദിനിരൂപണം നാമ ഏകാദശോധ്യായ സമാപ്ത. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. നാരായണ